ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇപ്പം കുറേ ആയി ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇന്ന് ഞാനൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കാനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്ന പുഡിങ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലുള്ള. ഇത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിലിട്ടുങ്ങാനാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഈ ഒരു ക്യാരറ്റ് പീസാക്കി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളം മാത്രം കേട്ടോ. ഞാനിവിടെ ക്യാരറ്റ് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കാണ്ട് ഈ ഒരു ക്യാരറ്റിൻ്റെ പീസ് മാത്രം വെച്ച് അടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ നന്നായിട്ട് തന്നെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മിക്സ് ആക്കാനുള്ള പാലൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 500 ml പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും ഏതളവിലാണ് പുഡിങ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ എടുക്കുക. ഞാനിവിടെ 500 ml പാലിന് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ ചൈന ഗ്രാസ് ഒരു പാക്കറ്റ് ചൈന ഗ്രാസിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് 40ൻ്റെ ഒരു പാക്കറ്റ് ചൈന ഗ്രാസാണ്. അതിൻ്റെ പകുതി എടുത്തുങ്ങാൻ ഞാനൊരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം, ഇത് ജസ്റ്റ് ഒന്ന് സോക്കായി വരാനായിട്ട്. പിന്നെ ഞാൻ ഒരു ക്യാരറ്റ് ഇവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് വറുത്തെടുക്കണം. അപ്പം ഞാൻ ഒരു അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചോപ്പ് ചെയ്ത് വെച്ച് ക്യാരറ്റ് ഇതിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പഞ്ചസാര ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തതിനോട് തന്നെ ചെറുതായിട്ട് അതിലൊരു വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പം ഞാൻ നേരത്തെ മാറ്റി വെച്ച പാലിവിടെ അടുപ്പത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ മിക്സ് ആയതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടി ഒരു തിളച്ച് വരാൻ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് ഫുള്ളായിട്ട് ഈ ഒരു പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. കുറച്ച് ടൈം എടുത്ത് ഇത് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. ആ ഒരു ടൈമിൽ നേരത്തെ മാറ്റി വെച്ച ചൈന ഗ്രാസിൻ്റെ മിക്സ് ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഈ ഒരു ചൈന ഗ്രാസിൻ്റെ ഇതിൽ തീരെ ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇത് കുറുക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ചൂടോടെ തന്നെ ഞാൻ ഈ ഒരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ച് കൊടുത്ത് അത് ചൂടോടെ തന്നെ ഞാൻ പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു പെട്ടെന്ന് ആ ഒരു ടൈമിൽ തന്നെ ഇത് ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ആ ഒരു പാത്രത്തിൽ വെച്ച് തന്നെ അത് ചെറുതായിട്ട് സെറ്റ് ആവാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ ഇത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. അപ്പം ഞാൻ ഫുള്ളായിട്ട് ഈ ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കണം. ഞാനിവിടെ ഇത് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നേരത്തെ ക്യാരറ്റ് ചോപ്പ് ചെയ്ത് ഞാൻ മിക്സാക്കി വെച്ചിരുന്നല്ലോ, ആ ഒരു പുഡിങ് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാൻ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ഈ ഒരു പുഡിങ് ഇവിടെ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്താറാട്ടോ ഞാനിത് കഴിക്കാനായിട്ട് എടുത്തത്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റിയൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. ക്യാരറ്റ് പുഡിങ് ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.